ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് നീട്ടി എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണത്. തിങ്കളാഴ്ച വരെ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി അത് പരാമർശിച്ചതാണ്. അത് തിങ്കളാഴ്ച വരെ ബാധകമായിരിക്കും. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു, ഇടക്കാല ഉത്തരവ് നീട്ടിയിരിക്കുന്നു. തെളിവുകൾ ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്നാണ് പരാതിക്കാരിയുടെ വാദത്തിന് മറുപടിയായി ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ പരാതിക്കാരിയുടെ അഭിഭാഷക ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, ഇന്നും വിശദമായ വാദം നടന്നു ഈ വേടന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിരൂക്ഷ വിമർശനമാണ് പരാതിക്കാരിയുടെ അഭിഭാഷക നേരെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിൽ പ്രധാനമായി പരാതിക്കാരിയുടെ അഭിഭാഷക ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിലടക്കം വിമർശനം ഉണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റുകൾ എപ്പോഴും ഇങ്ങനെ തെളിവുകളായി പരിഗണിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഇന്നലെ കോടതി വ്യക്തമാക്കിയതാണ്, വിവാഹ വാഗ്ദാനം നൽകി എന്നത് മാത്രം ഒരു ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമായി കണക്കാക്കാനാകില്ല എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. മറ്റു പരാതികൾ വേടനെതിരെ ഉണ്ട് എന്ന് പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞപ്പോൾ ആ പരാതികൾ നിലവിൽ പറയേണ്ടതില്ല. നിലവിൽ പറയേണ്ടത് ഈ കേസിന്റെ മെറിറ്റുകൾ മാത്രമാണ്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. അതൊരു കേസായി വരുമ്പോൾ കോടതി പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ ആ വിഷയത്തിലെ മറുപടി. ഒപ്പം ഈ വേടൻ സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ്, ജാമ്യം നൽകിയ തെറ്റായ സന്ദേശം നൽകും, ഒരുപാട് യുവതികൾ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണയും പരാതിക്കാരിയുടെ അഭിഭാഷക മുന്നോട്ട് വെച്ചത്. അതിലെല്ലാം കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ധാർമ്മികമായ കാര്യങ്ങൾ, സാമൂഹികപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിയമപരമായ കാര്യങ്ങളിലേക്ക് വാദം കൊണ്ടുവരണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളും അഭിഭാഷക ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച വരെ പരിഗണിക്കാൻ നീട്ടിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വരെ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. പ്രധാനമായും ഈ പോസ്റ്റുകളൊക്കെ ഏത് കോടതിയാണ് പരിഗണിക്കുക എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ താൻ ഹാജരാക്കാം, ആ വിവരങ്ങൾ നേരത്തെ മുൻപ് കോടതി ഇത്തരം പോസ്റ്റുകൾ പരിഗണിച്ചുള്ള സാഹചര്യങ്ങൾ താൻ ഹാജരാക്കാമെന്ന് അഭിഭാഷക കോടതിയോട് പറഞ്ഞപ്പോൾ എത്ര സമയം വേണമെന്ന് കോടതി ചോദിച്ചു. ബുധനാഴ്ച വരെ സമയം വേണമെന്നാണ് പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞത്. പക്ഷേ ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാവില്ല, തനിക്കൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കണം. അതുകൊണ്ട് തിങ്കളാഴ്ച വരെയാണ് അവസാന സമയമായി നൽകുന്നത്. അതിനുള്ളിൽ പരാതിക്കാരിയുടെ അഭിഭാഷകർക്ക് എന്ത് തെളിവുകളാണ് ഹാജരാക്കാനുള്ളത് അതൊക്കെ ഹാജരാക്കാം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് വേടന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. പരാതിക്കാരുടെ അഭിഭാഷകയെ അതിരൂക്ഷ ഭാഷയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, ഇന്നലെ പുറത്തു വന്ന ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നും പരാമർശങ്ങൾ ഉണ്ടായി. ഈ വാദങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരം ചോദ്യങ്ങൾ ഉണ്ടായി ഈ പരാതിക്കാരുടെ അഭിഭാഷകയുടെ നേരെ എന്നാണോ വിഷ്ണു? ഉന്മേഷ്, അത്തരം ചോദ്യങ്ങൾ തന്നെയാണ് പരാതിക്കാരുടെ അഭിഭാഷകയോട് കോടതി ചോദിച്ചത്. അതിൽ പ്രധാനമായും ഈ പരാതിക്കാരുടെ അഭിഭാഷക ഉന്നയിച്ചത് വേടനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില സ്ത്രീകൾ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുകയും അവർ ഇന്റർവ്യൂകളൊക്കെ നൽകിയ കാര്യങ്ങളൊക്കെ കോടതി അറിയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ എങ്ങനെയാണ് നിലവിൽ ഈ കേസിനെ ബാധിക്കുക എന്ന ചോദ്യമാണ് പരാതിക്കാരുടെ അഭിഭാഷകയോട് കോടതി ചോദിച്ചത്. നിലവിലുള്ളത് ഈ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് മാത്രമാണ്. അതുകൊണ്ട് ആ കേസിന്റെ മെറിറ്റിൽ മാത്രമാണ് നിലവിൽ കോടതിക്ക് സംസാരിക്കാനും അതിൽ ഇടപെടാനും സാധിക്കുകയുള്ളൂ. മറ്റു പരാതികളൊന്നും കോടതിക്ക് മുമ്പാകെ വന്നിട്ടില്ല. അത് വരുമ്പോൾ, അതൊരു കേസായി വരുമ്പോൾ കോടതി പരിഗണിക്കാം. അതല്ലാതെ ഇന്ന് സാമൂഹ്യപരമായ വശങ്ങളോ അല്ലെങ്കിൽ ധാർമ്മികമായ വശങ്ങളോ ഒന്നും നിലവിൽ പരിഗണിക്കാനില്ല. നിയമപരമായ വശങ്ങൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി എന്നത് മാത്രം ക്രിമിനൽ കേസ് നിലനിൽക്കുന്നതിന് കാരണമാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഒപ്പം ഇന്നലെ തന്നെ പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞു, ഈ ബന്ധം ഉലഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി വലിയ വിഷാദ രോഗത്തിലൂടെ കടന്നുപോയിരുന്നു എന്നൊക്കെ. പക്ഷേ കോടതി ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ഈ വിഷാദ രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ വിഷാദ രോഗം എപ്പോൾ തുടങ്ങി എന്നതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിയുടെ അഭിഭാഷക സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി തന്നെ പറഞ്ഞത്, ഈ വിഷാദ രോഗത്തിന് കാരണം ഈ പ്രേമബന്ധത്തിൽ ഉണ്ടായ ഉലച്ചിൽ മാത്രം അതിനൊരു കാരണമായി കണക്കാക്കാനാവില്ല, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിക്കൂടെ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വിമർശനങ്ങളായിരുന്നു പരാതിക്കാരുടെ അഭിഭാഷകർക്ക് ഇന്ന് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അത് വേടനെതിരെ നിരവധിയായ ആരോപണങ്ങൾ മാത്രം വെച്ചുകൊണ്ടായിരുന്നു പരാതിക്കാരുടെ അഭിഭാഷക കോടതിയെ സമീപിച്ചത്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരുമെന്ന കോടതി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ അത്തരമൊരു വാദത്തിലേക്ക് പോകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ വേടനെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഹൈക്കോടതി തിങ്കളാഴ്ചയാണോ ഇത് പരിഗണിക്കുക?
ഉന്മേഷ്, അതായത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ താൻ തയ്യാറാണെന്ന് പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞു. ബുധനാഴ്ച വരെ സമയം ചോദിച്ചു. പക്ഷേ ബുധനാഴ്ച വരെ സമയം നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന് കോടതി പറയുകയാണ്. അങ്ങനെയാണ് തിങ്കളാഴ്ച അവസാന സമയമായി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള തെളിവുകളൊക്കെ ഹാജരാക്കാം. തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കും. അതുവരെ ഇടക്കാല ഉത്തരവ് നീട്ടി എന്നാണ് ഈ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് നീട്ടി എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വേടന് ആശ്വാസമാണ്. പോലീസിനെയും അതിരൂക്ഷ ഭാഷയിൽ പരാതിക്കാരുടെ അഭിഭാഷക വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചില വീഴ്ചകളൊക്കെ നടത്തി, അതിൽ വീഴ്ചകൾ സംഭവിച്ചു. വേടൻ സുഖമായി ബർത്ത്ഡേ ആഘോഷിച്ച് നടക്കുന്ന ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പരാതിക്കാരി കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് കേസിന്റെ മെറിറ്റിലേക്ക് വരുന്നതിൽ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.